അടുത്ത ചോദ്യം 216, 72, 30 ഇവയുടെ ഉസാക കാണുക. 216, 72, 30 ഇവയുടെ ഉസാക കാണുക. ഉസാക കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ഫാക്ടറൈസ് ചെയ്യണം. 3 സംഖ്യയിലും കോമൺ ആയിട്ടുള്ളത് ഞാൻ 2 കൊണ്ട് തന്നെ ഫാക്ടറൈസ് ചെയ്യാൻ നോക്കുകയാണ്. 2 216 എത്ര 2 ഉണ്ട്? 11, 16, 21 108. 72ന്റെ 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാതാൽ നമുക്ക് 36 കിട്ടും. 30നെ 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്താൽ നമുക്ക് 15 കിട്ടും. ഓക്കെ, ഇനി ഇതിൽ കോമൺ ആയിട്ട് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റിയത് ഏതെങ്കിലും ഉണ്ടോ? 2 കൊണ്ട് പറ്റില്ല. 3 കൊണ്ട് പറ്റുമോ? 3 കൊണ്ട് ഫാക്ടറൈസ് ചെയ്താൽ 108, 10, 3, ശിഷ്ടം 1, 18, 18, 6, 36 വരും. 36, 12, 15, 5. ഇനി നമുക്കിതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ? കോമൺ ആയിട്ടുണ്ടോ? ഇവിടെ 5 ആണുള്ളത്, 5 പോവില്ല. പിന്നെ 3 പോവില്ല, 2 പോവില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ HCF എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ഇൻറ്റു HCF 2 ഇൻറ്റു 3, 2 ഇൻറ്റു 3 എത്ര? 6. അപ്പോൾ ഇതിൻ്റെ HCF 6 ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, റിയയുടെയും ദിയയുടെയും വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം 4 ആകുന്നു. ദിയയുടെ വയസ്സിൻ്റെ 3 മടങ്ങിനോട് 1 കൂട്ടിയാൽ റിയയുടെ വയസ്സ് കിട്ടും. എന്നാൽ റിയയുടെയും ദിയയുടെയും വയസ്സ് എത്ര? എന്താണ് പറഞ്ഞത്? റിയ, ദിയ 2 കുട്ടികളുണ്ട്. ഒന്ന് റിയ, മറ്റൊന്ന് ദിയ. നമ്മോട് പറഞ്ഞിട്ടുള്ളത് റിയയുടെയും ദിയയുടെയും വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം 4 ആകുന്നു. അതായത് റിയയുടെയും ദിയയുടെയും വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം 4 ആണ്. പിന്നെ നമ്മോട് പറഞ്ഞു ദിയയുടെ വയസ്സിൻ്റെ 3 മടങ്ങിനോട്, ദിയയുടെ വയസ്സിൻ്റെ 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ 3D, 1 കൂട്ടിയാൽ പ്ലസ് 1 കൂട്ടിയാൽ റിയയുടെ വയസ്സ് കിട്ടും. റിയയുടെ വയസ്സ് കിട്ടും. എന്നാൽ റിയയുടെയും ദിയയുടെയും വയസ്സുകൾ എത്ര? 6ഉം Dയും എത്ര? ഇതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യം D കാണാം. Dയോ 6ഓ ഏതെങ്കിലും ആദ്യം 1 കാണാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഈ ക്വസ്റ്റനിൽ നമുക്ക് R = -D അങ്ങോട്ട് കൊണ്ടുപോയാൽ 4 + D എന്ന് കിട്ടും. ആ 6 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇവിടെ 3D + 1 = Rൻ്റെ സ്ഥാനത്ത് 4 + D എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു D ഉണ്ട്, ഇവിടെ 3D ഉണ്ട്. ഈ D അങ്ങോട്ട് കൊടുത്താൽ ഇവിടെ 2D + 1 = 4 എന്നുണ്ടാവും. ഇനി +1 അങ്ങോട്ട് കൊടുത്താൽ 2D = 4 - 1 എത്ര? 3. അപ്പോൾ D = എത്ര? 3/2 എന്ന് കിട്ടി. 3/2 എന്ന് പറഞ്ഞാൽ 1, 1/2. 1, 1/2 എന്ന് പറഞ്ഞാൽ 1.5. D എത്രയാണ്? 1.5 ആണ്. ഇനി Dൻ്റെ വാല്യൂ നമ്മൾ എന്തിൽ കൊടുക്കണം? ഈ ഇക്വേഷനിലോ അല്ലെങ്കിൽ ഇതിലോ കൊടുത്താൽ നമുക്ക് Rൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഞാൻ ഇതിൽ തന്നെ കൊടുക്കുകയാണ്. R - Dൻ്റെ സ്ഥാനത്ത് 3/2 = 4. സോ R = 4 + 3/2. എത്ര കിട്ടുക? 4 × 2 8, 8 + 3 11, 11/2. 11/2 എത്രയാണ്? 5, 1/2 അല്ലേ? ദാറ്റ് മീൻസ് 5.5. അപ്പോൾ നമുക്ക് ദിയയുടെ വയസ്സ് 1.5യും റിയയുടെ വയസ്സ് 5.5യും കിട്ടി. നമ്മൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ ഓപ്ഷൻ എ എന്താണ്? റിയയുടെയും ദിയയുടെയും വയസ്സ് എത്ര എന്നുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ എന്താണ്? 5.5യും 1.5യും. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, 5x = 125 ആയാൽ x എത്ര? 5x = 125 ആയാൽ x എത്ര എന്നാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം 125 എന്ന് പറഞ്ഞാൽ 5ൻ്റെ ക്യൂബാണ് 125. അപ്പോൾ ഇവിടെ x എന്ന് പറഞ്ഞാൽ 3 ആണ്. നമുക്ക് ഒറ്റയടിക്ക് അങ്ങനെ എഴുതാം. ഇനി അറിയില്ലെങ്കിൽ 25 5ൻ്റെ ക്യൂബാണെന്ന് അറിയില്ലെങ്കിൽ നമുക്ക് 5x = 125 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 125നെ 5 കൊണ്ടൊന്ന് ഫാക്ടറൈസ് ചെയ്യാൻ നോക്കുക. 5 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 12 2 5, ശിഷ്ടം 2, 25 5. വീണ്ടും 5 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 25 എത്ര 5 ഉണ്ട്? 5 ഉണ്ട്. അപ്പോൾ നമുക്ക് 5 × 5 × 5 ആണ് 125 എന്ന് പറയാം. 125 എന്ന് പറഞ്ഞാൽ 5 × 5 × 5 ആണ്. 5 × 5 × 5 എന്ന് പറഞ്ഞാൽ 5 ക്യൂബ് 125. ഇങ്ങനെ നമുക്ക് കണ്ടെത്താം. ഓക്കെ, അപ്പോൾ ഇവിടെ x എന്ന് പറഞ്ഞാൽ 3 ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ.
അടുത്ത ചോദ്യം. ഒരാൾ നിൽക്കുന്നിടത്ത് നിന്ന് തെക്കോട്ട് 3 കിലോമീറ്റർ നടന്നു. അവിടെ നിന്ന് പടിഞ്ഞാറോട്ട് 4 കിലോമീറ്റർ നടന്നു. എന്നാൽ യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തേക്കുള്ള കുറഞ്ഞ ദൂരം എത്ര കിലോമീറ്റർ ആണ്? ഒരാൾ ഇവിടെ നിൽക്കുകയാണ്, തെക്കോട്ട് 3 കിലോമീറ്റർ നടന്നു. നമ്മൾ ഡയറക്ഷൻസ് അറിയാലോ അല്ലേ, ഡയറക്ഷൻ സെൻസ്. ഇത് വടക്ക്, ഇത് തെക്ക്, ഇത് പടിഞ്ഞാറ്, ഇത് കിഴക്ക്. അപ്പം നമ്മോട് പറഞ്ഞിട്ടുള്ളത് 3 കിലോമീറ്റർ തെക്കോട്ട് നടന്നു. അപ്പോൾ ഈ ഭാഗത്തേക്ക് നടന്നു, തെക്കോട്ട് താഴേക്ക്. അവിടെ നിന്ന് പടിഞ്ഞാറോട്ട് 4 കിലോമീറ്റർ, പടിഞ്ഞാറോട്ട് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തേക്ക് 4 കിലോമീറ്റർ നടന്നു. എന്നാൽ യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്നും ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തേക്കുള്ള കുറഞ്ഞ ദൂരം. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് യാത്ര തുടങ്ങിയത് ഇവിടുന്ന ഈ കുറഞ്ഞ ദൂരം, ഇതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്കിതൊരു മട്ടത്രികോണാണ് അല്ലേ. ഈ ഡി എന്ന് പറയുന്നത് ഇതിൻ്റെ കർണ. അപ്പോൾ നമുക്ക് ഡി സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഡി സ്ക്വയർ ഈക്വൽ ടു 4 സ്ക്വയർ എന്ന് പറയുമ്പോൾ 16 പ്ലസ് 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9. എത്ര? 16 9 25. അപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ റൂട്ട് 25. റൂട്ട് 25 എത്ര? 5. അപ്പോൾ ഇവിടെ ഡി എന്ന് പറഞ്ഞാൽ 5 കിലോമീറ്റർ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. ഒറ്റയാനെ കണ്ടെത്തുക. 425 230 317 165. 425 230 317 165. ഇതിൽ ഒറ്റയാൻ ഏതാണെന്ന് ചോദിച്ചുള്ളത്. ഒറ്റയാൻ 317 ആണ്. 317 ഒരു പ്രൈം നമ്പറാണ്. ഇതിനെ നമുക്ക് പൂർണ്ണമായിട്ട് 317 കൊണ്ടും 1 കൊണ്ടും മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ഡിവൈഡ് ചെയ്യാൻ കഴിയുള്ളൂ. വേറൊരു സംഖ്യ കൊണ്ടും നമുക്കിതിനെ പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ 165 നമുക്ക് 1 കൊണ്ടും 165 കൊണ്ടും ഡിവൈഡ് ചെയ്യാം, 5 കൊണ്ട് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. ഓക്കെ. അതേപോലെ തന്നെ ഇവിടെ 230 നമുക്ക് 1 കൊണ്ടും 230 കൊണ്ടും ഡിവൈഡ് ചെയ്യാം, 5 കൊണ്ട് ചെയ്യാം, അതുപോലെ തന്നെ 10 കൊണ്ട് ചെയ്യാം. ഇതിനെ നമുക്ക് 5 കൊണ്ട് ചെയ്യാം, 1 കൊണ്ടും 425 കൊണ്ടും ചെയ്യാം. 1 കൊണ്ടും അതേ സംഖ്യ കൊണ്ടും എല്ലാ സംഖ്യയും നമുക്ക് ഡിവൈഡ് ചെയ്യാം. പിന്നെ വേറെ എക്സ്ട്രാ ഏതെങ്കിലും സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ 317 അങ്ങനെ കഴിയില്ല. അപ്പോൾ 317 പ്രൈം നമ്പറാണ്, പ്രൈം നമ്പർ. ഓക്കെ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. പ്ലസ് എന്നാൽ ഇൻറ്റു, മൈനസ് എന്നാൽ ഹരണം, ഹരണം എന്നാൽ പ്ലസ്, ഇൻറ്റു എന്നാൽ മൈനസ് ആയാൽ താഴെ കൊടുത്തിട്ടുള്ള ക്രിയ ചെയ്യുക. 75 ഹരിക്കണം 4 മൈനസ് 75 ഹരിക്കണം 4 മൈനസ് 2 ഇൻറ്റു 3 പ്ലസ് 6. 75 ഹരിക്കണം 4 മൈനസ് 2 ഇൻറ്റു 3 പ്ലസ് 6. ഇതാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം ചിഹ്നങ്ങൾ മാറ്റണം. അപ്പോൾ സംഖ്യകൾ എടുത്ത് എഴുതുകയാണെങ്കിൽ 75 ഹരിക്കണം, ഹരിക്കണം എന്നത് പ്ലസ് ആണ് 4, പിന്നെ ഇവിടെ മൈനസ്, മൈനസ് എന്നാൽ ഹരിക്കണം 2, പിന്നെ ഇവിടെ ഇൻറ്റു, ഇൻറ്റു എന്നാൽ മൈനസ് 3, പിന്നെ ഇവിടെ പ്ലസ്, പ്ലസ് എന്നാൽ ഇൻറ്റു 6. ഇതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ബോർഡ് മാസ് റൂൾ ഉപയോഗിക്കണം. ബോർഡ് മാസ് റൂൾ എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ്, ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ഈ ഓർഡറിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടുത്തെ ഈ ഡിവിഷൻ ചെയ്യണം. 4 ഹരിക്കണം 2 എന്ന് പറയുമ്പോൾ 2. അത് കഴിഞ്ഞിട്ട് ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 3 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 18. ഓക്കെ. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 75 പ്ലസ് 2 മൈനസ് 18. 75ഉം 2ഉം 77. 77 മൈനസ് 18 ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. 17 8 പോയാൽ 9, 6 1 പോയാൽ 5. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ 59 ആണ് കിട്ടുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. തന്നിട്ടുള്ള ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? ശ്രേണി ഏതാണ്? 8 14 24 38 ഡാഷ്. ഇതാണ് ശ്രേണി. അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. ഈ സീരീസ് എങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്തിട്ടുള്ളത് നോക്കാം. 8ഉം 14ഉം തമ്മിലുള്ള ഡിഫറൻസ് 6 ആണ്. 14ഉം 24ഉം തമ്മിലുള്ള ഡിഫറൻസ് 10 ആണ്. 24ഉം 38ഉം തമ്മിലുള്ള ഡിഫറൻസ് 14 ആണ്. അപ്പോൾ നമ്മൾ ഈ ഡിഫറൻസുകൾ നോക്കുമ്പോൾ എങ്ങനെയത് പോകുന്നത്? ഇവിടെ 6, അടുത്ത ഡിഫറൻസ് 4 കൂടി 6 പ്ലസ് 4, അടുത്ത ഡിഫറൻസ് 10 പ്ലസ് 4,
ഇവിടെ 10 ആണെങ്കിൽ 10 + 4 14. അപ്പോൾ അടുത്ത ഡിഫറൻസ് എന്തായിരിക്കും? 14 + 4 ആയിരിക്കും, അതായത് 18. 38ൻ്റെ കൂടെ 18 കൂട്ടിയാൽ 8 8 16 6 ശിഷ്ടം 1 3 1 4 4 1 5 56 ഇവിടെ വരിക. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു സംഖ്യയുടെ 5/8 ഭാഗവും ആ സംഖ്യയുടെ 2/3 ഭാഗവും കൂട്ടിയാൽ 62 കിട്ടും, എന്നാൽ സംഖ്യ ഏത്? ഒരു സംഖ്യ എക്സ് ആക്കി എടുത്താൽ 5/8 ഭാഗവും, അതായത് x × 5/8 പ്ലസ് ആ സംഖ്യയുടെ 2/3 ഭാഗവും, അതായത് എക്സിൻ്റെ 2/3 ഭാഗവും കൂട്ടിയാൽ 62 കിട്ടും, എന്നാൽ സംഖ്യ ഏത്? എക്സ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇവിടെ 5x/8 പ്ലസ് 2x/3 = 62 ആണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിനോമിനേറ്ററിൽ ഞാൻ ഒരു സംഖ്യ ആക്കുകയാണ്. രണ്ടിൻ്റെയും LCM എന്ന് പറഞ്ഞാൽ 8ൻ്റെയും 3ൻ്റെയും LCM എന്ന് പറഞ്ഞാൽ 8 × 3 ആണ്. 8 × 3. അപ്പോൾ ഇവിടെ ഞാൻ 8 × 3 ആക്കാൻ ഇവിടെ 3 കൊണ്ട് ഗുണിക്കണം, അപ്പോൾ മുകളിൽ 3 കൊണ്ട് ഗുണിക്കണം. ഇവിടെ 8 × 3 ആക്കാൻ ഇവിടെ 8 കൊണ്ട് ഗുണിക്കണം, അപ്പോൾ മുകളിലും 8 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇത് രണ്ടും ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിൽ 3 × 8 ഉണ്ടാവും, ന്യൂമറേറ്ററിൽ 3 × 5 15. 15 + 2 × 8 16. 15x + 16x 31x ഉണ്ടാവും, = 62. സോ 31x = 62 × 3 × 8. സോ x = 62 × 3 × 8 ഡിവൈഡഡ് ബൈ 31. 31 62 വെട്ടിയാൽ 2. സോ x = 2 × 3 × 8 എത്ര കിട്ടുക? 6 × 8. 6 × 8 എത്ര? 48. സോ സംഖ്യ എത്രയാണ്? 48. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, 5 × 7 = 66 ആയാൽ 4 × 2 എത്ര? 5 × 7 = 66 ആയാൽ 4 × 2 എത്ര? അപ്പോൾ ഈ 5 × 7 എങ്ങനെയാണ് 66 ആയത് നമ്മൾ നോക്കാം. ഇവിടെ ഫസ്റ്റത്തെ നമ്പർ 5 ആണ്. 5ൻ്റെ കൂടെ 1 കൂട്ടിയാൽ നമുക്ക് 6 കിട്ടും അല്ലേ? 5ൻ്റെ കൂടെ 1 കൂട്ടിയാൽ നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഡിജിറ്റ് കിട്ടും. ഇനി ഇവിടുത്തെ രണ്ടാമത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് 7 ആണ്. 7ൽ നിന്ന് 1 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടുത്തെ രണ്ടാമത്തെ ഡിജിറ്റ് കിട്ടും. അപ്പോൾ ഫസ്റ്റത്തെ ഡിജിറ്റിൻ്റെ ഒപ്പം 1 കൂട്ടിയാൽ ഇവിടുത്തെ ഫസ്റ്റത്തെ ഡിജിറ്റ് കിട്ടും, രണ്ടാമത്തെ ഡിജിറ്റിൽ നിന്ന് 1 കുറച്ചാൽ ഇവിടുത്തെ രണ്ടാമത്തെ ഡിജിറ്റും കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫസ്റ്റത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ഡിജിറ്റിന് കൂടെ 1 കൂട്ടുക, 4 + 1 5. രണ്ടാമത്തെ ഡിജിറ്റിൽ നിന്ന് 1 കുറക്കുക, 2 - 1 1. അപ്പോൾ ഇവിടുത്തെ സംഖ്യ 51 ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ. അടുത്ത ചോദ്യം, ക്രിയ ചെയ്യുക. √2.25 × 0.64 ഹോൾ ഡിവൈഡ് ബൈ √0.16. √2.25 × 0.64 ഹോൾ ഡിവൈഡ് ബൈ √0.16. ഇതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇവിടെ √2.25 എനിക്ക് 2 ഡെസിമൽ ഇങ്ങോട്ട് എടുത്താൽ 225 × 10⁻² എന്ന് എഴുതാം. റൂട്ട് ഇൻറ്റു ഇവിടെ 2 ഡെസിമൽ അങ്ങോട്ട് കൊണ്ടുപോയാൽ 64 × 10⁻². റൂട്ട് ഹോൾ ഡിവൈഡ് ബൈ ഇവിടെ 2 ഡെസിമൽ അങ്ങോട്ട് കൊണ്ടുപോയാൽ 16 × 10⁻². റൂട്ട്. ഇനി വിച്ച് ഇസ് ഈക്വൽ ടു 225 എന്തിൻ്റെ സ്ക്വയർ ആണ്? അപ്പോൾ നമ്മളൊന്ന് ഇത് എടുത്ത് ചെയ്താണെങ്കിൽ √225 × 10⁻² റൂട്ടിൽ നിന്ന് പുറത്തെടുത്താൽ 10⁻1 ആവും. ഇൻറ്റു √64 10⁻² അവിടെ നിന്ന് പുറത്തെടുത്താൽ 10⁻1 ആവും. ഡിവൈഡ് ബൈ √16 × 10⁻1. അടുത്ത സ്റ്റെപ്പിൽ √225 എന്ന് പറഞ്ഞാൽ 15 ഇൻറ്റു 10⁻1 ഇൻറ്റു √64 എന്ന് പറഞ്ഞാൽ 8 ഇൻറ്റു 10⁻1 ഡിവൈഡ് ബൈ √16 പറഞ്ഞാൽ 4 ഇൻറ്റു 10⁻1. 10⁻1 10⁻1 വെട്ടും 4ഉം 8ഉം വെട്ടിയാൽ ഇവിടെ 2 ഉണ്ടാവും. 2 ഇൻറ്റു 15 30 ഇൻറ്റു 10⁻1 ദാറ്റ് ഈസ് 3.0. 3.0 അല്ലെങ്കിൽ 3 ആണെന്ത് ഫൈനൽ ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, രമ സ്കൂളിൽ നിന്ന് 500 മീറ്റർ ദൂരം 3 മിനിറ്റ് കൊണ്ടും 800 മീറ്റർ ദൂരം 10 മിനിറ്റ് കൊണ്ടും സഞ്ചരിച്ച് വീട്ടിലെത്തി. എന്നാൽ രമ സഞ്ചരിച്ച ശരാശരി വേഗത എത്ര? അപ്പോൾ രമ 500 മീറ്റർ
ദൂരം എത്ര സമയം കൊണ്ടാണ് സഞ്ചരിച്ചത്? 3 മിനിറ്റ് കൊണ്ടാണ്. അതുപോലെ തന്നെ 800 മീറ്റർ ദൂരം 10 മിനിറ്റ് കൊണ്ടുമാണ് സഞ്ചരിച്ചത്. എന്നാൽ രമ സഞ്ചരിച്ച ശരാശരി വേഗതയാണ് നമുക്ക് വേണ്ടത്. ശരാശരി വേഗത, വെലോസിറ്റി. ശരാശരി വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് d1 പ്ലസ് d2 ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം t1 പ്ലസ് t2. ഇവിടെ ഫസ്റ്റ് ഡിസ്റ്റൻസ് d1 500 ആണ്. അത് സഞ്ചരിക്കാൻ എടുത്ത സമയം t1. രണ്ടാമത്തെ ഡിസ്റ്റൻസ് d2, അത് സഞ്ചരിക്കാൻ എടുത്ത സമയം t2. ദാറ്റ് ഈസ് d1ൻ്റെ സ്ഥാനത്ത് 500 പ്ലസ് 800 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 10. 0 0 0 0 8ഉം 5ഉം 13 ഡിവൈഡ് ബൈ 3ഉം 10ഉം 13. 13 വെട്ടിയാൽ ഇവിടെ 100 വരും. അപ്പോൾ ശരാശരി വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 100 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, റൂട്ട് ഓഫ് 0.0064 ഈക്വൽ ടു വാട്ട്? 0.0064 റൂട്ട് ആണ് നമുക്ക് കണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഡെസിമൽ 1 2 3 4 ഡെസിമൽ ഇങ്ങോട്ട് പോയാൽ 64 × 10⁻² എന്ന് എഴുതാം. -4 4 ഡെസിമൽ പോയതുണ്ട്. റൂട്ട് ഇതിൻ്റെ റൂട്ടാണ് കണ്ടത്. അപ്പോൾ റൂട്ട് 64 × 10⁻⁴ റൂട്ട് 10⁻² ആണ്. റൂട്ട് 64 എന്ന് പറയുമ്പോൾ 8 × 10⁻². 8 × 10⁻²നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഡെസിമൽ ഇങ്ങോട്ട് വരും. 0.08 ആണെന്ത് 8 × 10⁻². അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, 750നോട് ഏത് സംഖ്യ കൂട്ടിയാലാണ് പൂർണ്ണവർഗമാകുന്നത്? അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് 750 ആണ്. ഇതിനോട് ഒരു സംഖ്യ കൂട്ടിയാൽ നമുക്ക് പൂർണ്ണവർഗമായിട്ട് കിട്ടും. അപ്പോൾ നമുക്കറിയാം 750ൻ്റെ ഭാഗത്ത് പൂർണ്ണ വർഗമായിട്ട് വരുന്ന ഒരു സംഖ്യയാണ് 784. 784 എന്ന് പറഞ്ഞാൽ 28ൻ്റെ സ്ക്വയറാണ് അല്ലേ? അപ്പോൾ ഇവിടെ 754 കിട്ടാൻ എക്സ് എന്തായിരിക്കും? 784 മൈനസ് 750 ആയിരിക്കും, 34. അപ്പോൾ എത്രയാണ് കൂട്ടേണ്ടത്? 34 കൂട്ടേണ്ടത് 750ൻ്റെ കൂടെ. അപ്പോഴാണ് നമുക്കത് പൂർണ്ണവർഗമാകുക. അപ്പോൾ ഓപ്ഷൻ ബി 34 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു പേനയ്ക്കും പെൻസിലിനും കൂടി 20 രൂപയാകുന്നു. പെൻസിലിൻ്റെ വിലയുടെ 3 മടങ്ങാണ് പേനയുടെ വിലയെങ്കിൽ പേനയുടെയും പെൻസിലിൻ്റെയും വില എത്ര? അപ്പോൾ നമുക്ക് പേനയ്ക്കും പെൻസിലിനും കൂടി 20 രൂപ എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് പേനയുടെ വില എക്സ് ആണെങ്കിൽ പെൻസിലിൻ്റെ വില 20 മൈനസ് എക്സ് ആയിരിക്കും. കാരണം എന്താ? പേനയുടെയും പെൻസിലിൻ്റെയും വില ടോട്ടൽ വില 20 ആണ്. അങ്ങനെയാണെങ്കിൽ പേനയുടെ വില എക്സ് ആണെങ്കിൽ പെൻസിലിൻ്റെ വില 20 മൈനസ് എക്സ് ആയിരിക്കും. ഓക്കെ, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ ഇത് പേനയുടെ വിലയാണ്, ഇത് പെൻസിലിൻ്റെ വിലയാണ്. പിന്നെ നമ്മോട് പറഞ്ഞത് പെൻസിലിൻ്റെ വിലയുടെ 3 മടങ്ങാണ് പേനയുടെ വിലയെങ്കിൽ പേനയുടെയും പെൻസിലിൻ്റെയും വില എത്ര? ദാറ്റ് മീൻസ് പെൻസിലിൻ്റെ വിലയുടെ 3 മടങ്ങ് ആണ് പേനയുടെ വില. ദാറ്റ് ഈസ് പേനയുടെ വില എക്സ് എന്ന് പറയുന്നത് പെൻസിലിൻ്റെ വിലയുടെ 3 മടങ്ങ്. അപ്പോൾ 3 × പെൻസിലിൻ്റെ വില 20 മൈനസ് എക്സ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. എക്സ് ഈക്വൽ ടു 3 × 20 60 മൈനസ് 3x. സിംപ്ലി 3xനെ കൊണ്ടുവന്നാൽ എക്സ് പ്ലസ് 3x 4x ഈക്വൽ ടു 60 എന്നുണ്ടാവും. സോ എക്സ് ഈക്വൽ ടു 60/4. 2 കൊണ്ട് വെട്ടിയാൽ ഇവിടെ 2 30 30/2 15. എക്സിൻ്റെ വില എത്രയാണ്? 15. അപ്പോൾ പേനയുടെ വില 15 ആണ്. പെൻസിലിൻ്റെ വില 20 മൈനസ് എക്സ് 20 മൈനസ് 15 എത്ര? 5. പെൻസിലിൻ്റെ വില 5. അപ്പോൾ 15 5. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം, ക്രിയ ചെയ്യുക. 295 × 3 പ്ലസ് ബ്രാക്കറ്റിനകത്ത് വീണ്ടും ബ്രാക്കറ്റ് 45 × 2 ബ്രാക്കറ്റ് ക്ലോസ് ഹരിക്കണം 3 രണ്ടാമത്തെ ബ്രാക്കറ്റ് ക്ലോസ് × 7. ഇത് എത്രയാണെന്നാണ് ചോദിച്ചുള്ളത്. ഇത് ചെയ്യുമ്പോൾ
നമ്മൾ ബോർഡ് മാസ് റൂളാണ് ഉപയോഗിക്കുന്നത്. ബ്രാക്കറ്റ്, ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ബ്രാക്കറ്റിനകത്തുള്ളത് ചെയ്യണം. അതിനകത്ത് തന്നെ വേറൊരു ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. 45 × 2 നമുക്ക് എത്ര കിട്ടും? 90 കിട്ടും. പിന്നെ ഈ ബ്രാക്കറ്റ് 90 ഹരിക്കണം 3. 90നെ 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടുക? 30 കിട്ടും. അപ്പോൾ ഈ ബ്രാക്കറ്റിനകത്ത് നമുക്കിവിടെ 30 എന്ന് കിട്ടും. പിന്നെ ഇവിടെ എന്തുണ്ട്? 295 × 3 ഉണ്ട്. പിന്നെ ഇവിടെ × 7 ഉണ്ട്. അടുത്തത് ചെയ്യേണ്ടത് നമ്മൾ മൾട്ടിപ്ലിക്കേഷനാണ്. മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ ഉണ്ട് ഒരു മൾട്ടിപ്ലിക്കേഷൻ, ഇവിടെ ഉണ്ട് ഒരു മൾട്ടിപ്ലിക്കേഷൻ. അത് രണ്ടും ചെയ്യാം. ഓക്കെ. അപ്പോൾ 3 × 295 885 പ്ലസ് 30 × 7 210. അപ്പോൾ ഇത് കൂട്ടിയാൽ 0 + 5 0 + 5 5 കിട്ടും. 1 + 8 9 കിട്ടും. 2 + 10 2 + 8 10 കിട്ടും. അപ്പോൾ 1095 ആണ് നമുക്ക് കിട്ടുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ. അടുത്ത ചോദ്യം, 10³ × 2² × 5³ × 2 എത്ര? 10³ × 2⁻² × 5⁻³ × 2. ഇതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്കറിയാം 10³ എന്ന് പറയുമ്പോൾ 1000 × 2² എന്ന് പറയുമ്പോൾ 4, 5³ എന്ന് പറയുമ്പോൾ 125 × 2. ദാറ്റ് മീൻസ് 2 × 125 250. 250 × 4 എത്ര കിട്ടുക? 1000 കിട്ടും. പിന്നെ അവിടെ × 1000 ഉണ്ട്. 1000 × 1000 1 കഴിഞ്ഞിട്ട് 6 0 1 2 3 4 5 6 എത്ര? 10 100 1000 10000 ലക്ഷം 10 ലക്ഷം. അപ്പോൾ 10 ലക്ഷം ആണ് ഫൈനൽ ആൻസർ. 1 കഴിഞ്ഞിട്ട് 6 0. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, 1 കിലോ ആപ്പിളിൻ്റെ വില 180 രൂപ. ഇത് 201.60 രൂപക്ക് വിറ്റു. ലാഭശതമാനം അല്ലെങ്കിൽ നഷ്ടശതമാനം കണക്കാക്കുക. 1 കിലോ ആപ്പിളിൻ്റെ വില എന്ന് പറയുന്നത് 180 രൂപയാണ്. ഓക്കെ. ഇതാണ് കോസ്റ്റ് പ്രൈസ്. ഇത് വിറ്റത് എത്രക്കാണ്? സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 201.60 രൂപക്കാണ് വിറ്റത്. ലാഭശതമാനം അല്ലെങ്കിൽ നഷ്ടശതമാനമാണ് നമുക്ക് കാണേണ്ടത്. ഇവിടെ ലാഭമാണ്, കാരണം വിറ്റ വില കൂടുതലാണ്, വാങ്ങിയ വില കുറവാണ്. അപ്പോൾ ലാഭശതമാനം എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് × 100. സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 201.60 മൈനസ് 180 ഡിവൈഡ് ബൈ 180 × 100. അപ്പോൾ നമുക്കിവിടെ 201.60 മൈനസ് 180 ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? 201.60 മൈനസ് 180.00. 0 നിന്ന് 0 പോയാൽ 0, 6 നിന്ന് 0 പോയാൽ 6 പോയിൻറ്റ്, 1 നിന്ന് 0 പോയാൽ 1, 0 നിന്ന് 8 പോയില്ല. അപ്പോൾ ഇവിടുന്ന് 1 എടുത്തും 10 നിന്ന് 8 പോയാൽ 2, ഇവിടെ പിന്നെ 1 നിന്ന് 1 പോയാൽ 0. അപ്പോൾ 21.60 ആണ് മേലെ വരിക ന്യൂമറേറ്ററിൽ. ദാറ്റ് ഈസ് 21.60 ഡിവൈഡ് ബൈ 180 × 100. ഈ 0 0 വെട്ടി. അപ്പോൾ നമുക്ക് 18നെ 3 കൊണ്ട് വെട്ടിയാൽ 6 കിട്ടും അല്ലേ? 21നെ 3 കൊണ്ട് വെട്ടിയാൽ 7 കിട്ടും. 60ൽ 20. അപ്പോൾ നമുക്ക് 7.20 ഡിവൈഡ് ബൈ 6 × 10 എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇതിനെ 10 കൊണ്ട് 7.20നെ 10 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 72.0 ഡിവൈഡ് ബൈ 6 കിട്ടും. 72നെ 2 കൊണ്ട് വെട്ടിയാൽ 3, 72നെ 2 കൊണ്ട് വെട്ടിയാൽ
36. 36 3 എത്ര ഉണ്ട്? 12. ഇതിൻ്റെ ആൻസർ 12%. ലാഭശതമാനം 12%. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. ക്രിയ ചെയ്യുക. 8/5 + 1/7 - 3/10. 8/5 + 1/7 - 3/10. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ ഡിനോമിനേറ്ററിൽ എന്താണ്? വ്യത്യസ്ത നമ്പേഴ്സാണ് 5, 7, 10. അപ്പോൾ ഇതിൻ്റെ LCM കൊണ്ട് ഗുണിച്ചിട്ട് താഴെ ഒരേ നമ്പർ ആക്കണം. എന്നാൽ പിന്നെ നമുക്ക് ന്യൂമറേറ്റർ നേരിട്ട് ചെയ്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 5, 7, 10 ഇതിൻ്റെ LCM കാണുമ്പോൾ 5 കൊണ്ട് ഫാക്ടറൈസ് ചെയ്താൽ ഇവിടെ 5ൽ 1, 7 പോവില്ല. അപ്പോൾ അതുപോലെ 8, 10ൽ 2. ഇനി കോമൺ ആയിട്ട് പോകുമോ? ഇല്ല. അപ്പോൾ നമുക്ക് LCM എന്ന് പറഞ്ഞാൽ 5 × 1 × 7 × 2 എത്ര കിട്ടുക? 5 × 1 5, 5 × 7 35, 35 × 2 70. അപ്പോൾ 70 ആണ് LCM വരുന്നത്. ഇവിടെ 70 ആകാൻ 7 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ മുകളിലും 7 കൊണ്ട് ഗുണിക്കണം. ഇവിടെ 70 ആകാൻ 10 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ മുകളിലും 10 കൊണ്ട് ഗുണിക്കണം. ഇവിടെ 70 ആകാൻ 10ഉം 4 14 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ മുകളിലും 14 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിൽ 70 എന്ന് വരും. ന്യൂമറേറ്ററിൽ ഇവിടെ 8 × 14 8 × 14 -1 × 10 10 -3 × 7 21. ഇവിടെ പ്ലസ് ആണ് കേട്ടോ, പ്ലസ് ആണ്, മൈനസ് അല്ല. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ 8 × 14 എത്രയാണ്? 14 × 8 16 വരെ 32 2 ശിഷ്ടം 3 8 8 8 3 11 112. 112 + 10 - 21 / 70 എത്ര കിട്ടുക? 112 10 122 - 21/70. അപ്പോൾ 101/70. ഫൈനൽ ആൻസർ 101/70. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. ബ്രാക്കറ്റിനകത്ത് -49 ഹരിക്കണം 7, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ഹരിക്കണം 7. ദാറ്റ് ഈസ്, ആദ്യം ബ്രാക്കറ്റിനകത്തുള്ള ചെയ്യണം. -49 ഹരിക്കണം 7. -49/7 ഹരിക്കണം 7. ഇതാണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് -49 എന്ന് പറഞ്ഞാൽ 7² /7 ഹരിക്കണം 7. ദാറ്റ് ഈസ് ഈ 7ഉം ഇതിലൊരു 7ഉം പോകും. ഇവിടെ -7 ആണുള്ളത്. അപ്പോൾ -7 ഹരിക്കണം 7. ദാറ്റ് ഈസ് -7/7 -1. ആൻസർ എത്രയാണ്? -1. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. 5 കുട്ടികളുടെ ഉയരങ്ങളുടെ ശരാശരി 150 സെൻറ്റിമീറ്റർ ആകുന്നു. ഇതിൽ 4 കുട്ടികളുടെ ഉയരം യഥാക്രമം 140, 156, 155, 152 സെൻറ്റിമീറ്റർ ആകുന്നു. എന്നാൽ 5ാമത്തെ കുട്ടിയുടെ ഉയരം എത്ര? അപ്പോൾ നമ്മോട് പറഞ്ഞിട്ടുള്ളത് 5 കുട്ടികളുടെ ഉയരങ്ങളുടെ ശരാശരി തന്നിട്ടുണ്ട് 150 സെൻറ്റിമീറ്റർ. 5 കുട്ടികളുടെ ഉയരങ്ങളുടെ ശരാശരി 150 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇതിൽ 4 കുട്ടികളുടെ ഉയരം, ഈ 5 കുട്ടികൾ 4 കുട്ടികളുടെ ഉയരം എന്ന് പറയുന്നത് 140, 156, 155, 152 ഇങ്ങനെയാണ്. എന്നാൽ 5ാമത്തെ കുട്ടിയുടെ ഉയരം എത്ര? 5ാമത്തെ കുട്ടിയുടെ ഉയരം x ആക്കി എടുത്താൽ നമുക്ക് x ആണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ ആവറേജിൻ്റെ ഇക്വേഷൻ എഴുതാം. നമുക്കറിയാം ആവറേജ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ഹൈറ്റ്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. സം ഓഫ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ 140 + 156 + 155 + 152 പ്ലസ് അറിയാത്ത കുട്ടിയുടെ ഹൈറ്റ് x ഡിവൈഡ് ബൈ 5. ഇതാണ് ആവറേജ്. ഇത് എത്രയും തന്നിട്ടുണ്ട്? നമുക്ക് എത്രയാണ്? 150 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് x കാണാം. ദാറ്റ് ഈസ്, ഇത് കൂട്ടി എത്ര കിട്ടുക? 2ഉം 5ഉം 7, 7ഉം 6ഉം 13, 13ഉം 0, 13ക്ക് 3 ശിഷ്ടം 1, 5ഉം 5ഉം 10, 10ഉം 5ഉം 15, 15ഉം 4ഉം 19, 19 20, 20ക്ക് 0 ശിഷ്ടം 2, 1 1 2, 2 1 3, 3 1 4, 4ഉം 2ഉം 6. അപ്പോൾ 603 + x ഡിവൈഡ് ബൈ 5 = 150 എന്ന് കിട്ടും. അടുത്തപ്പോൾ ഈ 5നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ 603 × 5 കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ
150 × 5 എന്ന് പറയുമ്പോൾ എത്ര കിട്ടുക? 750. 750 ആണ് കിട്ടുക. ഓക്കെ, സോ എക്സ് ഈക്വൽ ടു 750 മൈനസ് 603. 750 നിന്ന് 603 പോയാൽ 0 നിന്ന് 3 പോയില്ല. അപ്പോൾ ഇവിടുന്ന് 10 നിന്ന് 3 പോയാൽ 7, പിന്നെ ഇവിടെ 4, 4 നിന്ന് 0 പോയാൽ 4, 7 നിന്ന് 6 പോയാൽ 147 ആണ് അറിയാത്ത കുട്ടിയുടെ ഹൈറ്റ്. 147 ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ.